നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ കേരളത്തിലേറെ വിവാദമുണ്ടാക്കിയ ദീപകിന്റെ മരണത്തിൽ പ്രതിയായിട്ടുള്ള ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. വടകരയിലെ ഒരു ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ ഷിംജിതയെ നടന്ന് പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പറുദയണിഞ്ഞ് മുഖംമൂടി മാസ്ക് വെച്ച് ധരിച്ചുകൊണ്ടാണ് ഷിംജിതയെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ദീപകിന്റെ, കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപകിന്റെ മരണം. ഒരു ബസ്സിൽ വെച്ച് തന്റെ നേർക്ക് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചിത്രീകരിച്ച് പോലീസിൽ പരാതി നൽകുന്നതിന് മുൻപേ അത് സോഷ്യൽ മീഡിയയിലിട്ട് പ്രചരിപ്പിച്ച് ആ മനുഷ്യനെ ഒരു മാനസിക സംഘർഷാവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന് ശേഷമാണ് പലതരത്തിലുള്ള സംഭവങ്ങളും ഇവിടെ തുടക്കം കുറിച്ചത്. അതിനുശേഷം ആ പറയുന്ന ദീപക് എന്ന് പറയുന്ന വ്യക്തി വലിയ മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയൊക്കെ തന്നെ പ്രതികരിക്കുമ്പോൾ വളരെ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് കേരളത്തോട് തന്റെ മകന് നീതി വേണം, തന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കരഞ്ഞു പറയുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഓരോ മലയാളികളും കണ്ടതാണ്. അതിനുശേഷം ഷിംജിതയ്ക്കെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. ഇത്തരത്തിലൊരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തവൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഷിംജിതയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും വലിയ വിമർശനം ഉയരുന്നുണ്ടായിരുന്നത്. പുരുഷന്മാരടക്കം കൂട്ടത്തോടെ ഷിംജിതയ്ക്കെതിരെ രംഗത്ത് വന്നു. ഒരു സ്ത്രീക്ക് നേരെയാണ് ഇത് സംഭവിച്ചതെങ്കിൽ എത്രയും വേഗം തന്നെ ആ പുരുഷനെ, പ്രതിയായിട്ടുള്ള പുരുഷനെ പിടികൂടുമല്ലോ. അങ്ങനെ തിരിച്ച് ഒരു പുരുഷന് ഇത് സംഭവിച്ചപ്പോൾ എന്തുകൊണ്ട് സ്ത്രീകൾക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നായിരുന്നു ഭൂരിഭാഗം ആളുകളും ചോദിച്ചിരുന്നത്. രാഹുൽ ഈശ്വർ അടക്കം കൃത്യമായിട്ട് വളരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഏതായാലും ഇപ്പോൾ ഇത്രയും ദിവസത്തെ 5-6 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് ഇപ്പോൾ കൃത്യമായി പോലീസ് ഇപ്പോൾ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഇനി വരും മണിക്കൂറിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും. ഇപ്പോൾ ഷിംജിതയെ പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കറുത്ത പർദ്ദ ധരിച്ചുകൊണ്ടാണ്, മുഖത്ത് മാസ്ക് ധരിച്ചിട്ടുണ്ട് ഷിംജിത. എന്നിട്ട് പോലീസ് വാഹനത്തിലേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വടകരയിലാണ്, അവിടെ ഒരു ബന്ധു വീട്ടിൽ നിന്നാണ് പിടികൂടിയത് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. മെഡിക്കൽ കോളേജ് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു ഒളിവിൽ പോയിരുന്നത്. ഇവർ പല പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ തന്നെ സജീവമായിട്ടുള്ള ഒരാളാണ് ഷിംജിത മുസ്തഫ. ഷിംജിതയുടെ ചിത്രം പതിച്ചിട്ടുള്ള ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇന്ന് പോലീസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. കാരണം മറ്റുള്ള സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ രാജ്യം വിടാനുള്ള സാധ്യതയോ ഉള്ളതുകൊണ്ടാണ് ഷിംജിതയുടെ ലുക്കൌട്ട് നോട്ടീസ് ഇന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുൻപ് തന്നെ ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളിലൊക്കെ ഇത് തന്നെയായിരുന്നു ചർച്ച. ഇത്തരത്തിലൊരു കണ്ടന്റിന്റെ ഇരയാണോ ദീപക് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിമർശനം ഷിംജിതയ്ക്കെതിരെ ഉയർന്നു വന്നിരുന്നു. മാത്രവുമല്ല, ആ ദീപകിന്റെ അച്ഛനും അമ്മയും ഒക്കെ വളരെ നെഞ്ചുപൊട്ടി കരയുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ മലയാളികൾ കണ്ടതാണ്. അവർക്കൊപ്പം അല്ലെങ്കിൽ അവരുടെ ആ കണ്ണീരിൽ എല്ലാവരും സാക്ഷികളാണ്. അവരുടെ ഏക ആശ്രയമായിരുന്നു ദീപക്. അവിടെ തന്നെയുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് മാനേജർ ആയിട്ടായിരുന്നു ദീപക് ജോലി ചെയ്തിരുന്നത്. ഇത്രയും കാലത്തിനിടയിൽ ഒരാളെ കൊണ്ട് മോശം പറയിപ്പിക്കാത്ത ഒരു സ്വഭാവമായിരുന്നു ദീപകിൻ്റേത്. ഈ ഒരു സംഭവം നടന്നപ്പോൾ ദീപകിന്റെ സുഹൃത്തുക്കളടക്കം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ വന്നിരുന്നു. യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങൾക്കൊന്നും പോകാത്ത ഒരു വ്യക്തിത്വമാണ് ദീപകിൻ്റേത്. പക്ഷേ ദീപകിന്റെ മരണം വലിയ രീതിയിൽ ഒരു ഞെട്ടലായിരുന്നു ബന്ധുക്കൾക്കും അതുപോലെ തന്നെ ആ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഉണ്ടാക്കിയത്. കാരണം എപ്പോഴും വീട്ടിൽ ആ അമ്മയുടെ കരഞ്ഞുകൊണ്ട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എപ്പോഴും വീട്ടിൽ നിന്ന് പോയാൽ അമ്മ ഒറ്റയ്ക്കാണെങ്കിൽ എപ്പോഴും ഫോൺ വിളിച്ച് ചോദിക്കും, വീട്ടിൽ തന്നെ ഇരിക്കരുത്, മറ്റപ്പുറത്തുള്ള വീട്ടിൽ പോയി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയേറെ വീട് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടിയിട്ടുള്ള ഒരു പ്രകൃതമായിരുന്നു ദീപകിൻ്റേത്. ആ ദീപകിനെയാണ് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം ബസ്സിൽ വെച്ച് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള, പല ആംഗിളുകളിൽ നിന്ന് ഷൂട്ട് ചെയ്ത, എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ആ മനുഷ്യനെ നാണം കെടുത്തുകയും ചെയ്തത്. അതിൻ്റെ മനോവിഷമം താങ്ങാനാകാതെയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ദീപകിനെ വീട്ടിലെ മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഷിംജിത ഒളിവിൽ പോയത്. ഷിംജിതയ്ക്കായിട്ടുള്ള തെരച്ചിൽ പോലീസ് സജീവമാക്കിയിട്ടുണ്ടായിരുന്നു. പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ പോലീസ് വല വിരിച്ചിരുന്നു. ഇതിനിടയിൽ ഷിംജിത രാജ്യം വിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ദുബായിലേക്ക് പോയി എന്നൊരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പിന്നീട് ബാംഗ്ലൂരിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ കേരളത്തിലെ വടകരയിൽ ഒരു ബന്ധുവീട്ടിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഷിംജിതയെ പിടികൂടിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് യുവതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോലീസിൽ പരാതി നൽകാതെ യുവതി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത സാഹചര്യം അത്
വലിയ രീതിയിലൊരു വിമർശനങ്ങൾക്ക് ഇടവെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അഥവാ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന വ്യക്തി ഷിംജിതയോട് എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ തെളിവുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതിന്റെ ശരിയും തെറ്റും എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ അത് വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും വലിയൊരു കുറിപ്പ്, അതായത് ലൈംഗിക അതിക്രമം നടത്തിയ ഈ പറയുന്ന ദീപക് ഒരു ലൈംഗിക അതിക്രമം തന്നോട് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഷിംജിത പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യുവതികൾ ഇത്തരത്തിൽ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിക്കെതിരെ വലിയ ട്രോളുകളും വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. പല ആളുകളും ഇങ്ങനെയാണെങ്കിൽ പുരുഷന്മാർക്ക് ബസ്സിൽ കയറാൻ യാതൊരു തരത്തിലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശനം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. രാഹുൽ ഈശ്വറിനെ പോലുള്ള വ്യക്തികളൊക്കെ തന്നെ വളരെ വൈകാരികമായിട്ടും പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു മാധ്യമങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നത്. ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നത് വരെ പോരാടുമെന്ന് തന്നെയായിരുന്നു ഒരുപാട് ആളുകൾ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ തിരിച്ചാണ് ചെയ്തതെങ്കിൽ, അതായത് ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു പുരുഷനാണ് ചെയ്തതെങ്കിൽ അയാളെ എപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ മതി. ഇവിടെ തിരിച്ച് ഒരു പുരുഷനാണ് ഇവിടെ നാണം കെട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുരുഷനെതിരെയാണ് അനാവശ്യമായിട്ട് ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം ഉന്നയിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ അതൊരു പുരുഷനായതുകൊണ്ട് തന്നെ പോലീസ് മെല്ലെ നീങ്ങുകയാണോ എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഒളിവ് ജീവിതത്തിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും. സ്വകാര്യ വസ്ത്രനിർമ്മാണ സ്ഥാപനത്തിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു ദീപക്. അന്ന് ഒരു ജോലി ആവശ്യത്തിനായി അദ്ദേഹം കണ്ണൂർ പയ്യന്നൂരിൽ എത്തിയപ്പോഴായിരുന്നു ഈ സംഭവങ്ങളുടെ എല്ലാം തന്നെ തുടക്കം. ട്രെയിൻ ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയിൽ ബസ്സിൽ വെച്ച് ദീപക് തന്റെ ശരീരത്തിൽ ദുരുദ്ദേശത്തോടെ സ്പർശിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു യുവതി വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ഈ ആരോപണം ഉയർന്നതോടെ ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നെന്നും ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്നൊക്കെ തന്നെ ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു. കാരണം ദീപകിന്റെ സ്വഭാവം തന്നെയായിരുന്നു അവരെ കൊണ്ട് ഇത് പറയിക്കാൻ ഇടവരുത്തിയത്. കാരണം അത്രയേറെ വളരെ മാന്യമായിട്ടും ഇതുവരെയായിട്ടും ഒരാളെ കൊണ്ട് മോശം പറയിപ്പിക്കാത്ത ഒരു സ്വഭാവ പ്രകൃതമായിരുന്നു ദീപകിൻ്റെത്. ദീപകിന്റെ മരണത്തിൽ യുവതിക്കെതിരെ കൊലപാതകത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മാതാപിതാക്കളടക്കം പരാതി നൽകിയിരുന്നു. ഗോവിന്ദപുരത്തെ വീട്ടിലെത്തി പോലീസ് ദീപകിന്റെ മാതാപിതാക്കളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ വന്നത് മകനെ മാനസികമായി തകർത്തെന്നും ചെയ്യാത്ത കുറ്റത്തിന് ദീപകിനെ അപമാനിക്കുകയായിരുന്നെന്നും മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും അച്ഛനും മൊഴി നൽകിയിരുന്നു. അതിനിടെ ദീപകിന്റെ ആത്മഹത്യ CBIയോ ക്രൈംബ്രാഞ്ചോ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മെൻസ് അസോസിയേഷൻ അടക്കം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രതിയായിട്ടുള്ള ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ഇനി ഷിംജിതയുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഈ കേസിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു തെളിവാണ്. കാരണം ഡിജിറ്റൽ തെളിവാണ്. ഈ ഒരു ഫോണിലാണ് ഷിംജിത അത് ചിത്രീകരിച്ചത്, ആ ബസ്സിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. ആ ദൃശ്യങ്ങൾ ഇനി പോലീസ് അടക്കം ശേഖരിച്ച് അതിൽ വിശദമായ പരിശോധന നടത്തി മറ്റെങ്കിൽ ഈ പുറത്തുവിട്ടിട്ടുള്ള ദൃശ്യങ്ങൾ മാത്രമാണോ അല്ലെങ്കിൽ വേറെ കൂടുതൽ വിഷ്വൽസ് അതിലുണ്ടോ എന്നുള്ളതടക്കം ഇനി പോലീസ് കൃത്യമായി തന്നെ ഡിജിറ്റൽ തെളിവ് പരിശോധിക്കും. അതിനുശേഷം മാത്രമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് നടക്കുക. നിലവിൽ ജാമ്യമില്ലാ വകുപ്പാണ് ഷിംജിതയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിനൊക്കെ തന്നെ ഷിംജിത ശ്രമിച്ചിരുന്നു, പക്ഷേ ജാമ്യമില്ലാ വകുപ്പാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഏതായാലും ആ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ തെളിയട്ടെ. ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് പോലും ഒരിക്കൽ പോലും ദീപക് തൻ്റെ മേലുള്ള ഒരു കറ അത് തിരുത്തണം എന്നുള്ള ഒരു ചിന്ത പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അത്രയേറെ മാനസിക സംഘർഷങ്ങൾ അദ്ദേഹത്തെ അലട്ടിയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മരണം തിരഞ്ഞെടുത്തത്. ഏതായാലും ആ അച്ഛനും അമ്മയും കരയുന്നത് നമ്മൾ കണ്ടതാണ്, അവരുടെ സുഹൃത്തുക്കൾ കരയുന്നത് നമ്മൾ കണ്ടതാണ്. പ്രായം ചെന്ന അച്ഛനും അമ്മയ്ക്കുള്ള ഏക ഒരു ആശ്രയമായിരുന്നു ആ മകൻ. ആ മകനെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ച് കൊലയ്ക്ക് കൊടുത്തത്. ഏതായാലും പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കും.